Hi all, welcome to Reliant Institute of Logistics. Previous session we evolution of logistics described. In today's session, we are going to discuss about the logistical performance cycle. So, ആദ്യം നമുക്ക് എന്താണ് performance cycle എന്നുള്ളത് നോക്കാം. So when a firm receives an order, it carries out certain activities to complete that order. So these activities takes a recurring form as they need to be carried out with each order. So there's a cycle is formed of these activities which is called the performance cycle. അതായത് ഒരു ഫേമിന് ഒരു ഓർഡർ റിസീവ് ചെയ്യുമ്പം കുറേ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർവെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഓർഡർ കംപ്ലീറ്റ് ആവുന്നത്. ഇതൊരു റെക്കറിങ് ഫോമാണ്. അതായത് എത്ര ഓർഡേഴ്സ് വന്നാലും ഇത്രയും സൈക്ലിക്കൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർവെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഓർഡർ കംപ്ലീറ്റ് ആവുന്നത്. സോ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിൾ? സിമ്പിളായിട്ട് ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുന്നതിനും ഈ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിനും അവർക്ക് ഫൈനൽ ഡെലിവറി ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിളിനെ ബേസ്ഡ് ഓൺ the timing of these activities, the logistical performance cycle, it is divided into 3. ഏതൊക്കെയാണെന്ന് നോക്കാം. First one is procurement performance cycle. The second one is manufacturing support performance cycle. And the third one is physical distribution performance cycle. ഇനി നമുക്ക് ഈ ഓരോ പെർഫോമൻസ് സൈക്കിളും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The first one is procurement performance cycle. എന്താണ് procurement performance cycle? അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ this cycle is concerned with procuring of raw materials from the vendors and make available for further processing as and when required. So അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും അപ്സ്ട്രീം ലോജിസ്റ്റിക്സ് എന്നും നമുക്ക് പറയാം. സോ പ്രൊക്യൂർമെന്റ് പെർഫോമൻസ് സൈക്കിളിന്റെ മേജർ എയിം എന്താന്ന് വെച്ചാൽ ക്യാരിയിങ് ഔട്ട് ലോജിസ്റ്റിക്സ് എലമെന്റ് റിലേറ്റിംഗ് ടു procurement of raw materials at lower prices. So ഈ ഒരു സൈക്കിളിലാണ് എല്ലാ പ്രീ പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നത്. സോ പ്രൊക്യൂർമെന്റ് സൈക്കിളാണ് എൻഷുർ ചെയ്യേണ്ടത് ദാറ്റ് ഇസ് ഫേം ഇസ് ഹാവിംഗ് ഇനഫ് raw materials to carry out the production activities and deliver to the customer. So various activities that are part of procurement performance cycle അല്ലെങ്കിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് റിസോഴ്സ് പ്ലാനിങ്, സപ്ലൈ സോഴ്സിംഗ്, ഓർഡർ പ്ലേസ്മെന്റ്, ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. സോ റിസോഴ്സ് പ്ലാനിങ്, ഫസ്റ്റ് വൺ ഇസ് resource planning. So it aims at planning for the physical and financial resources that are required to be within the firm so as to procure the materials aptly on time. Then the second one is supply sourcing. So നമ്മളൊരു എഫേർട്ട് എടുക്കുകയാണ്, making an effort to find out the vendor from whom the materials can be purchased. നമ്മൾ ഏത് വെൻഡറുടെ അടുത്തു നിന്നാണ് നമുക്ക് ഈ മെറ്റീരിയൽസ് ഓൺ ടൈമിന് പർച്ചേസ് ചെയ്യേണ്ടത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഓർഡർ പ്ലേസ്മെന്റ്. വൺസ് ലിസ്റ്റ് ഓഫ് വെൻഡർ നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് the list of vendor is finalized from whom the firm is going to buy the materials, a confirmation order is placed. നമുക്ക് എന്തൊക്കെ ഓർഡേഴ്സ് ആണ് വേണ്ടതെന്നൊക്കെയുള്ള ആ ഒരു ഓർഡർ പ്ലേസ്മെന്റ് നമ്മൾ അവരുടെ അടുത്ത് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് inbound transportation. That is, it means transporting of raw materials from the place of suppliers to the place of manufacturer. അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ പ്ലേസ് ചെയ്ത ഓർഡറിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വെണ്ടർ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ ട്രാൻസ്പോർട്ടേഷൻ മോഡ് വഴി ഇത് വെണ്ടറുടെ അടുത്ത് നിന്നും മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് അവർ അയച്ചു തരും. ഇതാണ് ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷനിലൂടെ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നും അതർവൈസ് നമുക്ക് ക്യാരേജ് ഇൻവേർഡ് എന്നും നമുക്ക് പറയാം. ആൻഡ്
The next one is receiving and inspection. So once ഈ കൺസൈൻമെൻറ്റ് മെറ്റീരിയൽ നമ്മളുടെ മാനുഫാക്ചറിങ് ഏരിയയിൽ വന്നു കഴിയുമ്പം നമ്മൾ ആ കൺസൈൻമെൻറ്റ് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ദ സ്റ്റോറേജ് ഏരിയ. സോ ഇത് റിസീവ് ചെയ്ത് നമ്മൾ അതിനുശേഷം ഇൻസ്പെക്ട് ചെയ്ത് നോക്കും. അതായത് നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒരു ഡാമേജും കൂടാണ്ട് എത്തി എന്നുള്ളതും കൂടെ നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ അഷ്വർ ചെയ്യും. സോ ഇതിന് ശേഷം ഇതെല്ലാം അഷ്വറൻസ് കഴിഞ്ഞിട്ട് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. സോ ടിൽ ദ മെറ്റീരിയൽസ് ആർ processing, it need a proper storing facility. So also material handling techniques are also used to storage the materials. So proper material handling ടൂൾസും എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽസ് കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റോറേജ് ഏരിയയിൽ, കാരണം നമുക്ക് ലേറ്റർ യൂസിനും കൂടെയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുവരെ പ്രൊഡക്ഷൻ എപ്പം നടക്കുന്നോ അതുവരെ അതിനൊരു പ്രോപ്പർ സ്റ്റോറിങ് ആവശ്യമാണ്. സോ ആ ഒരു മെറ്റീരിയൽസിന് ഒരു ഡാമേജോ ഒന്നും വരാത്ത രീതിയിൽ അതിൻ്റെ പ്രോപ്പർ കണ്ടീഷനിൽ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ മെറ്റീരിയൽസിന് കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. So for storing this, we are using the proper material handling techniques are also used so as to do the same. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് the second step, that is നമ്മൾ പറഞ്ഞു based on the timing of these activities 3 തരത്തിലുള്ള പെർഫോമൻസ് സൈക്കിൾ ആണ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രൊക്വയർമെന്റ് പെർഫോമൻസ് സൈക്കിൾ. സോ the second set is manufacturing support performance cycle. So എന്താണ് manufacturing support performance cycle? So this cycle is actually, it is an interface between the procurement performance cycle and physical distribution performance cycle. So to meet the production schedule, this cycle plays a significant role. So the activities under this cycle providing, the main aim is to provide basic support to manufacturing. So എന്തൊക്കെയാണ് ഈ സൈക്കിളിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. So first one is receiving materials from stores, then receiving components, managing inventories of work in progress and transfer of finished goods. So first one എന്താണ്, receiving of materials from store. നമ്മൾ പ്രൊക്വയർമെന്റ് പെർഫോമൻസ് സൈക്കിളിൽ പറഞ്ഞു റിസീവിങ്ങും ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അത്രയും നാളും അതിന് ഒരു ഡാമേജും പറ്റാത്ത രീതിയിൽ നമ്മളത് എങ്ങോട്ടേക്ക് മാറ്റി എന്നാ പറഞ്ഞത്, സ്റ്റോറേജ് ഏരിയയിലേക്ക് മാറ്റി. അപ്പം ബിഫോർ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ്, the materials are stocked in the store area. So to begin with production, materials are received from store to shop floor for further processing. Then next second step പറയാണെങ്കിൽ receiving components. For the production to begin, certain components like loose tools, small equipments, etc. may be received for operating the machines. നമുക്ക് raw materials മാത്രം പോരാ പ്രൊഡക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂസ് ടൂൾസും ചെറിയ ചെറിയ സ്മോൾ എക്യുപ്മെന്റ്സും കമ്പോണൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. സോ ആ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ റിസീവ് ചെയ്യുന്നു. Then the third one is managing inventories of work in progress അല്ലെങ്കിൽ semi finished item എന്ന് നമുക്ക് പറയാം. So once the production process has started, the materials are converted into work in progress or semi finished goods. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായി കഴിയുമ്പം നമ്മളുടെ റോ മെറ്റീരിയൽ എന്തായിട്ട് മാറും, ഒരു സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ ഇറ്റ് ബിക്കം എസെൻഷ്യൽ ടു മാനേജ് ആൻഡ് പ്രോപ്പർ ദീസ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ടിൽ ഫർദർ പ്രോസസ്സിംഗ് ടേക്ക് പ്ലേസ്. ഫർദർ പ്രോസസ്സിംഗ് നടന്ന് ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നിടം വരെ ഈ വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററിയും പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. As the production process is over, the raw materials get converted into final saleable product. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽ എന്തായിട്ട് മാറും, പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ഫൈനൽ സെയിലബിൾ പ്രോഡക്റ്റ് ആയിട്ട് അത് മാറും. സോ ദിസ് ബാച്ച് ഓഫ് ഗുഡ്സ് ഈസ് ദെൻ സെൻഡ് ടു വെയർഹൗസ് ഫോർ പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഫൈനൽ പ്രൊഡക്റ്റ് ആയി കഴിയുമ്പോഴും ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എഗെയിൻ ഇറ്റ് ഗോസ് ടു ദ വെയർഹൗസ്. അവിടെ നമ്മൾ
കൃത്യമായിട്ട് പാക്കേജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മൾ വെക്കും. സോ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമ്മളുടെ മാനുഫാക്ചറിങ് സപ്പോർട്ട് പെർഫോമൻസ് സൈക്കിളിനകത്ത് നടക്കുന്നത്. സോ ദ തേർഡ് വൺ ഈസ് physical distribution performance cycle. So this is the most important under the logistical performance cycle. So idilana it covers all major activities of logistics and it contribute to the major cost of logistics. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ്സ് ഫാക്ടറിയിൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫാക്ടറിയിൽ നിന്നും നമ്മൾ വെയർഹൗസിലേക്ക് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യും. അവിടം കൊണ്ട് മാനുഫാക്ചറിങ് സപ്പോർട്ട് പെർഫോമൻസ് സൈക്കിൾ കംപ്ലീറ്റ് ആവുകയാണ്. അവിടെ നിന്നും എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ബിഗിൻസ് ദ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പെർഫോമൻസ് സൈക്കിൾ. സോ ഇതിനകത്ത് it includes all those elements of logistics which are necessary to distribute the goods from manufacturer's warehouse to customer's warehouse. ഇനി ഈ ഒരു ലോജിസ്റ്റിക്സിനെ നമുക്ക് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും നമുക്ക് പറയാം. കാരണം എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസുമാണ് ഈ ഒരു പെർഫോമൻസ് സൈക്കിളിനകത്ത് നടക്കുന്നത്. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പെർഫോമൻസ് സൈക്കിളിൽ വരുന്നത്? സോ ഫസ്റ്റ് വൺ ഈസ് പ്ലേസിംഗ് ഓർഡർ ബൈ കസ്റ്റമേഴ്സ്, ഓർഡർ ട്രാൻസ്മിഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, ഓർഡർ പ്രോസസ്സിംഗ്, ഓർഡർ സെലക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കസ്റ്റമർ ഡെലിവറി. സോ ഫസ്റ്റ് വൺ എന്താണ്? Placing of order by customer. This cycle begins with placing of order by customers at selected retail outlet. So customer order place ചെയ്ത് കഴിഞ്ഞാൽ then the second step is order transmission to distribution center. Once the customer order is placed at the retail outlet, it is further transferred to distribution center without waste of time. എങ്കിൽ മാത്രമേ നമുക്ക് timely delivery ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then third one is order processing. So as soon as the distribution center receives the order, it further processed, which means an attempt to know what kind of goods customers ന് വേണ്ടത്, in what quantity, എങ്ങനെ, how they are packed, how they are transported, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഓർഡർ പ്രോസസ്സിങ്ങിനകത്ത് വരുന്നത്. Then next one is order selection. So distribution center checks the availability of the goods ordered and based on it selects the goods from warehouse. പിന്നെ അത് ഗുഡ്സ് വെയർഹൗസിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? പാക്കേജ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ റിക്വയർമെന്റ് ആൻഡ് ലോഡ് ദ ഗുഡ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ. Then next one is transportation. Using the right principle of transportation, goods are finally transported from warehouse to the customer. So എങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മുടെ കസ്റ്റമർ എവിടെയാണ്, അവിടെ ഏതൊക്കെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. സോ ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെയും റേറ്റ് അവർ നോക്കും. നമ്മളുടെ ഗുഡ്സ് ബൾക്കി ആയിട്ടുള്ള ഗുഡ്സ് ആണോ, അതോ എന്താ പറയുക പെരിഷബിൾ ആയിട്ടുള്ള കാറ്റഗറി ഗുഡ്സ് ആണോ, നോൺ പെരിഷബിൾ ആണോ, ബൾക്കി ആയിട്ടുള്ള ഗുഡ്സ് ആണോ, ലോ കോസ്റ്റ് ഗുഡ്സ് ആണോ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് അവർ ഡിസൈഡ് ചെയ്യും. സോ റൈറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് സെലക്റ്റഡ് ലുക്കിംഗ് ഓൺ ദ നേച്ചർ ആൻഡ് അതർ ഫാക്ടേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് കസ്റ്റമർ ഡെലിവറി. വൺസ് ഗുഡ്സ് കസ്റ്റമറുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക? നമ്മളുടെ വെഹിക്കിളിൽ നിന്ന് ഈ ഗുഡ്സ് നമ്മൾ അൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സോ വിച്ച് completes the delivery process. So once the goods are reached at the customer's warehouse, the goods are unloaded from the transportation vehicle and handed over to the customers, which completes the delivery cycle. So ഇത്രയും കഴിയുമ്പോഴാണ് ഒരു ഓർഡർ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നത്. സോ നമ്മൾ ഒരു ഓർഡർ എന്നല്ല, എത്ര ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത്, നമ്മൾ ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിൾ എന്താ പറഞ്ഞത്? ഒരു ഫേമിന് ഒരു ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർവെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഓർഡർ കംപ്ലീറ്റ് ആവുന്നത്, അല്ലേ? സോ ഇറ്റ് ഈസ് ഇൻ റെക്കറിങ് ഫോം എന്ന് പറഞ്ഞു. ഒന്നല്ല, എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്താലും ഇത്രയും സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർവെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഓർഡർ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇതിനെയാണ് നമ്മൾ
ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ് വെൽ. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ദിസ് ഈസ് ശ്രീലക്ഷ്മി ഹരികൃഷ്ണൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ്.